ഹലോ, അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. അപ്പോൾ ഇന്ന് നല്ല ഗ്ലൂമി ആൻഡ് റെയിനി ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് വ്ലോഗ് ചെയ്ത് വെക്കാമെന്ന്. അപ്പം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനൊന്ന് കുളിച്ചു ഫ്രഷായി വന്നു. അത് കഴിഞ്ഞ് ചായ കുടിക്കാൻ പോയി. അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് കഴിക്കാൻ കപ്പയൊക്കെയാണ്. പുറത്ത് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കഴിക്കാനൊക്കെ നല്ല രസമാണ്. ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്ത് നല്ല മഴ അങ്ങ് തുടങ്ങിയത്. എന്താണെന്നറിയില്ല, എനിക്കിങ്ങനെ മഴയൊക്കെ പെയ്യുമ്പം അങ്ങനെ വെറുതെ നോക്കി നിൽക്കാനും അതൊക്കെ കണ്ടുകൊണ്ട് ചായയൊക്കെ കുടിക്കാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു പോസിറ്റീവ് ഫീലാണ് മൊത്തത്തിൽ തോന്നുക. അപ്പോൾ പിന്നെ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു. പിന്നെ ഇപ്പം എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പം ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്കുകയാണ്. ഈ ചെറിയ സൺഫ്ലവർ പോലത്തെ ഫ്ലവർ എനിക്ക് രാവിലെ നടക്കാൻ പോയപ്പോൾ കിട്ടിയാണേ. അതൊക്കെ ഇപ്പോൾ കുറച്ച് വാടിയിട്ടുണ്ട്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ എന്ത് ജേർണൽ ചെയ്യുമെന്ന് ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിപ്പോൾ ഈ ബുക്ക് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബുക്കിൽ നമുക്ക് ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടി പല ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ആക്ടിവിറ്റി ജേർണലായിട്ട് ചെയ്യാമെന്ന് ഞാനിപ്പോൾ വിചാരിക്കുക. അപ്പം അത് ഞാൻ എവിടെയോ വരച്ചിട്ടിരുന്നു, അതിപ്പോൾ കാണുന്നില്ല. അത് എവിടെയാണെന്ന് ഇങ്ങനെ തപ്പുവാണ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ. ഞാനിങ്ങനെ വായിക്കുമ്പം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടെല്ലാം കിട്ടിയാൽ ഇങ്ങനെ വരച്ചിടും. പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ കുറേ നേരം തപ്പിയിട്ടും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ടിരുന്ന് തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോൾ സെറ്റിംഗ് ഈസ് ദ സ്റ്റാർട്ടിങ് പോയിൻ്റ്. അപ്പോൾ നമ്മുടെ ഗോൾസൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലാണ് നമുക്ക് അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു. അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഞാൻ ഒരു ജേർണൽ സ്പ്രെഡ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അത് ചെയ്യാൻ പോവാണ്. ബ്രഷ് പെൻ യൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്. ഈയിടയ്ക്ക് ഞാനൊരു മിനി പ്രിൻ്റർ മേടിച്ചു. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും പ്രിൻ്റ് എടുത്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് ഫോട്ടോസും എടുക്കാം, അല്ലാതെ പ്രിൻ്റ് ഫോണിൽ നിന്നും എടുക്കാനൊക്കെ പറ്റും. അടിപൊളി സാധനമാണ്. ഈ ഗോൾസ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചൊരു എൻവലപ്പ് പോലെ സെറ്റ് ചെയ്യാമെന്ന്. ഇപ്പുറത്തെ സൈഡിൽ പിൻട്രസ്റ്റിലൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. സെറ്റ് ആവുമോ എന്നറിയില്ല. ഒരു ഈസി എൻവലപ്പാണ്, ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ തുറന്ന് വരും. അങ്ങനത്തെ രീതിയിൽ ചെയ്തിട്ടുള്ളൂ. ചെയ്തു വന്നപ്പം കുറച്ച് സിമ്പിളായി പോയി എന്ന് തോന്നി, പക്ഷെ കുഴപ്പമില്ല.
പിന്നെ പോയി ഡിന്നറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ടേബിളൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചു, അല്ലെങ്കിൽ അതങ്ങനെ അങ്ങനെ കിടന്നു പോകും. പിന്നെ പ്രത്യേകിച്ചൊന്നും അന്നത്തെ ദിവസം നടന്നില്ല. ഒരു ചെറിയ സെൽഫ് കെയർ ഒക്കെ ചെയ്ത് 10:30 ആകുമ്പോഴത്തേക്കും കിടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഡു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.